നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഒരെണ്ണം, കുറച്ച് ബീൻസും അതേപോലെ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പൊടികൾ ഇടാൻ പോവാണ്. നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇട്ട് കൊടുത്തിട്ടുള്ള ചോറും മുട്ടയും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബാക്കിയുള്ള ചോറും ഞാൻ അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും ഒരല്പം കുരുമുളക് പൊടിയും കൂടി രുചി നോക്കിയിട്ട് എരിവൊക്കെ ഇത്തിരി കൂടി വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അല്ലെങ്കിൽ ഉള്ളിയില എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് വിതറി കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ല ചൂടോടെ ഇതിനെ ഒരു 5 മിനിറ്റത്തേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ശുഭദിനം. ബൈ.